സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ മഴക്കെടുതിയും രൂക്ഷമാണ്. വീടുകൾ തകർന്നും മരം കടപുഴകി വീണും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞും വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശക്തമായ തിരമാലയും കടൽക്ഷോഭം തുടരുന്നതിനാൽ തീരദേശ മേഖലയിലെ ജനങ്ങളും ദുരിതത്തിലാണ്. വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ലഭിച്ചത് അതിതീവ്ര മഴയാണ്. മഴയ്ക്കൊപ്പം കാറ്റുകൂടി ശക്തമായതോടെ പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം പേയാട് കൂറ്റൻ മതിലിടിഞ്ഞ് വീണ് വീട് തകർന്നു. ഏറെക്കാലമായി തനിച്ചു താമസിച്ചിരുന്ന നാഗമ്മ എന്ന വൃദ്ധയുടെ വീടാണ് തകർന്നത്. ഇവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. പത്തനംതിട്ട കോന്നിയിലും കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. കോഴിക്കോട് ഓടുമ്പ്ര കള്ളിക്കുന്നിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. 15 മീറ്ററോളം കരിങ്കൽ കെട്ടാണ് തകർന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ ചുങ്കത്തും കാസർഗോഡ് നീലേശ്വരം റോഡിൽ കോട്ടപ്പുറത്തും മരം കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലൂടെ മരം വീണതോടെ പോസ്റ്റുകൾക്കും കേടുപാടുണ്ടായി. അതിനിടെ കടൽക്ഷോഭം രൂക്ഷമായതോടെ തെക്കൻ ജില്ലയിലെ തീരമേഖലയും ദുരിതത്തിലാണ്. തിരുവനന്തപുരം വെട്ടുകാട്, തുമ്പ, വലിയതുറ തീരങ്ങളിലും കൊല്ലം വെടിക്കുന്ന് കടപ്പുറം ഭാഗത്തും കടലേറ്റം രൂക്ഷമാണ്. ഏത് നിമിഷവും പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യരോ ഒരു മന്ത്രിയോ ഒരു കൗൺസിലറോ ഒരു പാർട്ടിക്കാരോ ആരും ഒന്നും വന്ന് നോക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ എന്ത് സംഭവിക്കും, ഞങ്ങളുടെ കൊച്ചു മക്കളുമായിട്ട് എവിടെ പോകുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നതാണ്. കനത്ത മഴയിൽ നെയ്യാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയും നേരിടുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.